തിരികെ വാർത്തകളിലേക്ക്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. മൃതദേഹവുമായി ഡിങ്കി ബോട്ടിൽ വാണിയംപുഴയിലേക്ക് പോയ നിയുക്ത MLA ആര്യാടൻ ഷൌക്കത്തും സംഘവും മറുകരയിലേക്ക് തിരിച്ചെത്തി. 2 മണിക്കൂർ വാണിയംപുഴയിൽ കുടുങ്ങിയ ഷൌക്കത്തിനും സംഘത്തിനും ബോട്ടിന്റെ എഞ്ചിൻ നന്നാക്കിയ ശേഷമാണ് തിരിച്ചെത്താനായത്. കഴിഞ്ഞ ദിവസം രാവിലെ കൂൺ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയതായിരുന്നു വാണിയംപുഴയിലെ ആദിവാസി മധ്യവയസ്കനായ ബില്ലി. ഏറെ വൈകിയിട്ടും തിരിച്ചെത്താതായതോടെ പ്രദേശത്തുള്ളവർ അന്വേഷിച്ചിറങ്ങി. വൈകിട്ട് 4 മണിയോടെയാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബില്ലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ചാലിയാർ പുഴ കടക്കണമായിരുന്നു. പുഴയാകട്ടെ മഴ തിമിർത്തു പെയ്തതോടെ കലിതുള്ളി ഒഴുകുകയാണ്. ഇന്നലെ വൈകിട്ടോടെ ഫയർഫോഴ്സ് സംഘമെത്തി ഡിങ്കി ബോട്ടുമായി മറുകരയിലെത്താൻ ശ്രമം നടത്തി. എന്നാൽ പുഴക്ക് നടുവിൽ വെച്ച് ഒഴുക്കിൽപ്പെട്ടു. പ്രദേശവാസിയായ ഒരാൾ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി നീന്തിക്കയറി. ബാക്കി 7 പേരടങ്ങുന്ന സംഘം തുരുത്തിൽപ്പെട്ടു. രാത്രിയോടെ NDRF സംഘം എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇന്ന് രാവിലെ പുഴയുടെ മറ്റൊരു ഭാഗമായ തലപ്പാലിയിൽ ദൗത്യം തുടർന്നു. 4 മണിക്കൂറിന് ശേഷം ബോട്ട് മറുകരയിലെത്തി മൃതദേഹം വഹിച്ച് തിരിച്ചെത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി. അവിടെ ഒട്ടും തരാൻ പോയപ്പോൾ ആന തട്ടിയെന്നാണ് പറഞ്ഞത്. കോട ഉണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ കോട ഉണ്ടാവുന്നത് ആനയെ കണ്ടില്ല എന്നുള്ള ഇതാണ് നമുക്ക് റിപ്പോർട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച ശേഷം മൃതദേഹം വീണ്ടും വാണിയംപുഴയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഡിങ്കി ബോട്ടിൽ നിയുക്ത MLA ആര്യാടൻ ഷൌക്കത്തും ഉണ്ടായിരുന്നു. മറുകരയിലെത്തിയെങ്കിലും തിരിച്ചു പോരാൻ നേരം ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലായി. ഇതോടെ MLA ഷൌക്കത്തും സംഘവും 2 മണിക്കൂർ വാണിയംപുഴയിൽ കുടുങ്ങി. എഞ്ചിൻ നന്നാക്കിയ ശേഷമാണ് സംഘത്തിന് ഇക്കരെ എത്താനായത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.